ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പേരി പേരി ചിക്കൻ കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ പൊറോട്ടൻ്റെ വീഡിയോയിൽ ഈ ഒരു കറി കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരുപാട് പേര് ചോദിച്ചിനി ഈ ഒരു കറീൻ്റെ റെസിപ്പി ഇടുമോയെന്ന്. അപ്പോൾ അതാണ് ഇന്ന് ഈ ഒരു കറി ഇട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. പൊറോട്ട, ചപ്പാത്തി, നാന്, നെയ്ച്ചോറ് അങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പേരി പേരി ചിക്കൻ കറി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ നല്ല രുചിയുള്ള പേരി പേരി ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പേരി പേരി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് പേരി പേരി സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മിക്സീൻ്റെ ജാറിലേക്ക് 10 കാശ്മീരി മുളക്, പൊടിക്കാത്ത കാശ്മീരി മുളക് നന്നായിട്ട് കഴുകിയതിന് ശേഷം എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള റെഡ് കളർ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. റെഡ് കളർ തന്നെ എടുക്കുക. 6 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയില, ഹാഫ് ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒറിഗാനോ ഇട്ട് കൊടുത്താൽ മതി. 1.5 ടീസ്പൂൺ പെപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പ്യൂരി, ഇത് ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. അങ്ങനെ പേരി പേരി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സോസ് നമുക്ക് ഗ്രിൽ ചിക്കനെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ മുക്കി കഴിക്കാനെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെയും നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതിയോളം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ലെഗ് പീസിനൊക്കെ ഇതുപോലെ വര ഇട്ട് കൊടുക്കാം. എന്നിട്ട് റെഡിയാക്കിയ സോസിൽ നിന്നും പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു സോസിലാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതാ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ തന്നെ വെക്കുക, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ചിക്കന് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മുളകിൻ്റെ കളറ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, എരിവൊന്നും ഉണ്ടാവില്ല. പിരിയമുളക് ആയതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും, നല്ല കളറും ഉണ്ടാവും. അപ്പോൾ പിരിയമുളക് തന്നെ എടുക്കുക. അങ്ങനെ ഇതാ നന്നായിട്ട് പേരി പേരി സോസെല്ലാം ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചോളും. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. ഫ്രിഡ്ജിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ മസാല പിടിക്കും. അങ്ങനെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു വലിയ പാത്രം, നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പേരി പേരി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം തന്നെ എടുത്താൽ മതി. അല്ലെങ്കിൽ മറ്റൊരു പാനിൽ ഫ്രൈ ചെയ്തിട്ട് വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഈ ഒരു കറി റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ, ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിതൊരു 1/4 ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് അങ്ങ് നന്നായിട്ട് ഫ്രൈ ആയി പോകണ്ട, ഒരു 1/4 ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ചിക്കൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിൽ ഇതാ കുറച്ച് സോസ് ബാക്കിയുണ്ട്, അതും കളയണ്ട, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5-6 മിനിറ്റെല്ലാം കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുത്താൽ മതി.
അങ്ങനെ ഇതാ തിരിച്ചു മറിച്ച് വിട്ടിട്ട് അത്യാവശ്യം 1/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആകുന്ന സമയത്ത് നമുക്കിതാ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവനും എടുത്തു മാറ്റുക. ചിക്കൻ മുഴുവനും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ട് വരുന്ന ആ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്ത ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതാ ഇതുപോലെ കുറച്ചുണ്ട്. അത് നന്നായിട്ട് തുടച്ചിട്ട് എടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ എടുത്ത് മാറ്റുക മുഴുവനായിട്ട്. പിന്നെ കുറച്ച് ഓയിൽ അതിലുണ്ട്. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ 1 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പെരി പെരി സോസ് ഉണ്ടല്ലോ, പകുതിയല്ല ചിക്കനിൽ ചേർത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് വെച്ചിനല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിൽ കുറച്ചുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് എണ്ണ തെളിയുന്ന പരുവത്തിലാവണം. അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കോൺഫ്ലോർ ഒഴിച്ചിട്ട് കുറേ സമയം വെക്കരുത്. അന്നേരം തന്നെ പെട്ടെന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങ് തിക്കായതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതി, ഈ ഒരു ഗ്രേവിക്ക് വേണ്ടത് മാത്രം. ബാക്കി ചിക്കൻ ചേർത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ ഒരു 6 മിനിറ്റോളം അടച്ച് വെക്കാം. ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ ആ ഗ്രേവിയിലും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു 6 മിനിറ്റോളം അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് ചിക്കൻ്റെ ആ ഒരു നല്ല ടേസ്റ്റൊക്കെ ഗ്രേവിയിലേക്കും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു കുക്കിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, അത് ഒരു 1/2 കപ്പോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നാട്ടിൽ നിന്നെല്ലാം വാങ്ങുന്നവരാണെങ്കിൽ കുക്കിംഗ് ക്രീം കിട്ടുന്നില്ലെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടാവുമല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതാ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് നമ്മൾ ബട്ടർ ചിക്കനിലെല്ലാം ക്രീം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നില്ല, ആ ഒരു രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പെരി പെരി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടക്കും ചപ്പാത്തിക്കും നാനും നെയ്ച്ചോറിനെല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പെരി പെരി ചിക്കൻ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പൊറോട്ടൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി പൊറോട്ടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊറോട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായാലും അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.